Hello, good afternoon. Welcome to Learnino. നമ്മൾ ഈ ഒരു വീഡിയോയിൽ +1 ഫിസിക്സ് യൂണിറ്റ് 10 ഓസിലേഷൻസ് ആൻഡ് വേവ്സ് എന്നുള്ളതിലെ ഫസ്റ്റ് ഹാഫിലുള്ള ലാസ്റ്റ് ടോപ്പിക്കുകളാണ്. അതായത് ഫോഴ്സ്ഡ് ഓസിലേഷൻസും അതുപോലെ തന്നെ റെസൊണൻസ്, ഈ രണ്ട് ടോപ്പിക്കിനെ ബേസ് ചെയ്ത് കുറച്ച് MCQ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എന്താണ്? എവരി പീരിയോഡിക് മോഷൻ ഈസ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. Second one, in simple harmonic motion, the period is proportional to the square of the amplitude of oscillations. Third one, in simple harmonic motion, phase constant depends on the initial condition. Fourth one, the resonant frequency of a driven oscillator depends on the damping. Okay, so option C ആണ് right answer. ബാക്കി every periodic motion is a simple harmonic, നമുക്കത് പറയാനായിട്ട് പറ്റില്ല. പക്ഷെ എല്ലാ സിമ്പിൾ ഹാർമോണിക്കും പീരിയോഡിക് മോഷൻ ആണെന്ന് പറയാം, പക്ഷെ എല്ലാ പീരിയോഡിക് മോഷനും സിമ്പിൾ ഹാർമോണിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ പീരീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ആണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് നമുക്ക് വരുന്നത്. Then D എന്താണ്? The resonant frequency of a driven oscillator എന്ന് പറയുന്നത് it is independent of the damping ആണ് വരുന്നത്. Okay, option C, in a simple harmonic motion the phase constant depends on the initial condition. Okay, അപ്പോൾ നോക്കൂ, all periodic motion എന്ന് പറയുന്നത് it's not a simple harmonic motion, but all simple harmonic motion എന്ന് പറയുന്നത് നമുക്ക് periodic ആണെന്ന് പറയാം അല്ലേ. അടുത്തത്, in SHM phase constant എന്ന് പറയുന്നത് it is independent of the amplitude of oscillations ആണ്. it is independent ആണ്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ എന്താണ്? സ്ക്വയർ എന്നുള്ളൊരു ഓപ്ഷൻ ആണ് പറഞ്ഞിരുന്നത് അല്ലേ. സോ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് റോങ് ആണ്. അടുത്തത്, in simple harmonic motion phase constant is determined by the initial condition. അപ്പോൾ ഓപ്ഷൻ സി നമുക്ക് കറക്റ്റ് ആണ്. അത് നമുക്ക് ഡിറ്റർമൈൻ ചെയ്ത് ഇനിഷ്യൽ കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. The resonant frequency of a driven oscillator doesn't depend on the damping. ഡാമ്പിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അല്ലേ. സോ ഓപ്ഷൻ സി ആണ് നമുക്ക് തന്നിരിക്കുന്നതിൽ കറക്റ്റ് ഓപ്ഷൻ. Amplitude of a mass spring system which is executing simple harmonic motion decreases with time. Okay, ഒരു mass of the spring system, ഒരു amplitude of the mass spring system അതെന്ന് പറയുന്നത് ഒരു simple harmonic motion ആണുള്ളത്. ടൈമിനനുസരിച്ച് ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നത്. മാസ് നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? 500 gram ആണ്. അതേപോലെ തന്നെ ഡിക്രീസ് ആകുകയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഡി കെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 20 gram/s ആണ് വരുന്നത്. അപ്പോൾ എത്ര ടൈമാണ് ആ ഒരു ആംപ്ലിറ്റ്യൂഡ്, ഓക്കെ, ആ ഒരു ടോട്ടൽ സിസ്റ്റത്തിന്റെ ആംപ്ലിറ്റ്യൂഡ് അതിന്റെ ഹാഫ് ഓഫ് ഇറ്റ്സ് ഇനിഷ്യൽ വാല്യൂയിൽ എത്തുന്നതിന് എടുക്കുന്ന ടൈമിംഗ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ln(2) എന്ന് പറയുന്നത് 0.693 ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഓപ്ഷൻ സി 34.65 ആണ് നമുക്ക് റൈറ്റ് ആൻസർ. അത്രയും ടൈമാണ് അതിന്റെ ഒറിജിനൽ ഇനിഷ്യൽ ആംപ്ലിറ്റ്യൂഡിൽ നിന്നും അതിന്റെ ഹാഫ് ഓഫ് ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡിലേക്ക് എത്തുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്ന ടൈം. ഓക്കെ, എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന മാസ് എത്രയാണ്? 500 gram ആണ്. ജി എന്ന് പറയുന്നത് ഒരു ഡി കെ കോൺസ്റ്റന്റ് മാസിന് നമ്മൾ ജി എടുത്തപ്പോൾ 0.5 kg ആണ് അല്ലെ. ഡി കെ കോൺസ്റ്റന്റ് 20 gram/s ആണ്. അപ്പൊ നമുക്ക് ഡാമ്പിംഗ് എസ് എം ആംപ്ലിറ്റ്യൂഡ് നമുക്ക് ഇക്വേഷൻ അറിയാം. A is equal to A0 e to the power minus BT/2m ആണ്. A0 ഞാൻ ഡിവിഷനിലേക്ക് എടുക്കുമ്പോൾ e to the power minus BT/2m ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ അനുസരിച്ച് എന്താണ്? A/A0 എന്നുള്ളത് ഹാഫ് ആയിട്ടാണ് വരേണ്ടത് അല്ലെ. സോ 1/2 into 1/2 is equal to e to the power minus BT/2m ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? BT അതായത് നാച്ചുറൽ ലോഗരിതം എടുത്തു. അപ്പൊ മൈനസ് BT/2m is equal to ln(1/2) വരും. സോ BT/2m is equal to ln(2). ln(2) എന്ന് പറഞ്ഞാൽ എനിക്ക് എത്രയാണ്? 0.693 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് അല്ലെ. ലോഗ് ln(1/2) എന്ന് പറയുന്നത് log 2 ആണ് വരുന്നത്. സോ നമുക്ക് ഇതിൽ നിന്ന് t ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ 2m എന്നുള്ളത് മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോകും. 2m മൾട്ടിപ്ലിക്കേഷനിലേക്കും b ഡിവിഷനിലേക്കും വരും അല്ലെ. അപ്പൊ 2m into 0.693 divided by b ആണ് നമുക്ക് 20 gram/s തന്നിരിക്കുന്നത്. വെയിറ്റ് എന്ന് പറയുന്നത് 2 into 0.5 into 0.693 divided by 20 into 10 to the power minus 3. സോ സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 34.65 seconds ആണ് വരുന്നത്. ഓക്കെ, the amplitude for the resonance of a spring's mass system is 5 centimeter. If the angular frequency of the driving force is 100 radian/second and the damping constant is 50 gram/second, then find the amplitude of the driving force. Okay, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡ്രൈവിംഗ് ഫോഴ്സ് ആണ് അല്ലെ. സോ ഓപ്ഷൻ സി 2.5 ന്യൂട്ടൺ ആണ്. നമുക്ക് ചെയ്യാൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ ഡി ആണ്. ഡ്രൈവിംഗ് ഫോഴ്സ് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് 100 radian/second ആണ്. ആംപ്ലിറ്റ്യൂഡ് 5 സെന്റിമീറ്റർ, അതിനെ ഞാൻ മീറ്ററിലേക്ക് മാറ്റി. ബി കോൺസ്റ്റന്റ് നമുക്ക് തന്നിട്ടുണ്ട്, അതിനെ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാം ആ ഒരു ഓസിലേഷൻസ്
oscillations ഒരു the amplitude of the oscillations of the forced oscillation അല്ലെ ആ ഒരു forced oscillationൽ വരുന്ന എത്രയായിരിക്കും ആ ഒരു റെസൊണൻസിൽ വരുന്ന ഇക്വേഷൻ നമുക്ക് എന്താണ് A is equal to F0 by omega d into B ആണ് A നമുക്കറിയാം 0.05 F0 divided by 100 into 0.5 അപ്പോൾ ഫോഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത് 2.5 അപ്പോൾ WD എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒമേഗ ഡി എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ഫ്രീക്വൻസി B എന്ന് പറയുന്നത് ഡാമ്പിംഗ് കോൺസ്റ്റന്റ് ആൻഡ് F0 എന്ന് പറയുന്നത് എന്താണ് ഡ്രൈവിംഗ് ഫോഴ്സിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് ഓക്കെ സോ നമുക്ക് ആ ഒരു F0 എന്ന് പറഞ്ഞ ഫോഴ്സ് നമുക്ക് 2.5 ന്യൂട്ടൺ ആണ് കിട്ടുന്നത് A tuning fork starts vibrating as soon as certain tune is played on speaker. This is because of the property is known as നമുക്കറിയാം it is based on the resonance. അല്ലേ ഒരു ട്യൂണിംഗ് ഫോർക്ക് ഒരു certain tune play ചെയ്യുമ്പോൾ തന്നെ അത് വൈബ്രേറ്റ് ആകാൻ സ്റ്റാർട്ട് ആകുന്നതിനുള്ള റീസൺ എന്താണ് റെസൊണൻസ് ആണ് ഓക്കെ നമ്മൾ ഇതിന്റെ എക്സ്പെരിമെന്റുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ചെറിയ ക്ലാസ്സുകളിൽ അല്ലേ സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ If the natural frequency is equal to the driving frequency for the small damping of a simple pendulum, the amplitude of the forced oscillations will be നമുക്ക് maximum amplitude അല്ലേ ആ ഒരു കണ്ടീഷനിൽ കിട്ടുന്നത് അല്ലേ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ഫ്രീക്വൻസിക്ക് ഈക്വൽ ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് മാക്സിമം ഫ്രീക്വൻസി ആണ് സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത് ഇറ്റ് ഈസ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആണ് കിട്ടുന്നത് ഓക്കെ സോ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് റെസൊണൻസ് അതുപോലെ തന്നെ ഫോഴ്സ്ഡ് ഓസിലേഷൻ എന്നുള്ള രണ്ട് ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓക്കെ അപ്പോൾ വേവ് എന്നുള്ളൊരു ടോപ്പിക്ക് തിയറി ഞാൻ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് സോ അതിലത്തെ വേവ് എന്നുള്ളൊരു MCQ ഞാൻ വേറൊരു പാർട്ടായിട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ താങ്ക് യു